നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 408 408. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണി സത്യഭാമ സമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമഃ. ശ്രീമദ് ഭാഗവതം ചതുർത്ഥ സ്കന്ധം 23-ാം അധ്യായത്തിലെ 1-ാമത്തെ ശ്ലോകം മുതൽക്കാണ് ഇന്ന് തുടങ്ങേണ്ടത്. അപ്പോൾ അത് 1, 2, 3 ശ്ലോകങ്ങൾ ഒന്നായിട്ട് പറയുന്നുണ്ട്, അർത്ഥം പറയേണ്ട സൗകര്യത്തിന് വേണ്ടിയിട്ട്. മൈത്രേയ ഉവാച ദൃഷ്ട്വാ ആത്മാനം പ്രവയസമേകദാ വൈന്യ ആത്മവാൻ ആത്മനാ വർദ്ധിതാ ശേഷസ്വാനുസർഗ പ്രജാപതി ജഗസ്തസ്ഥുഷാഭി വൃത്തിദോ ധർമ്മഭൃത്സദാം നിഷ്പാദിതേശ്വരാദേശോ യദർത്ഥം ഇഹ ജജ്ഞിവാൻ ആത്മജേഷ്വാത്മജാമ്യസ്യ വിരഹാദ്രുതദീം ഇവ പ്രജാസു വിമനസ്വേക സദാരോ അഗാത്തപോവനം. ഇങ്ങനെയാണ് ശ്ലോകത്തിൻ്റെ പോക്ക്. അതിൻ്റെ വാക്കാർത്ഥം പറയുമ്പോൾ ആത്മാവിനെ വർദ്ധിച്ച വയസ്സോടുകൂടിയവൻ ആയിട്ട് കണ്ടിട്ട് ഒരിക്കൽ ഇന്ദ്രിയങ്ങളെ അടക്കിയവനായ പൃഥുചക്രവർത്തി ആത്മാവിനാൽ വർദ്ധിക്കപ്പെട്ടിരിക്കുന്ന തൻ്റെ സൃഷ്ടിവർഗത്തോടു കൂടിയവനും ജംഗമത്തിനും സ്ഥാവരത്തിനും ഉപജീവനത്തെ നൽകുന്നവനും സത്തുക്കളുടെ ധർമ്മത്തെ ഉറപ്പിച്ചവനും ഏതൊന്നിനായിക്കൊണ്ട് ഇഹത്തിൽ ജനിച്ചുവോ ഇത് ഈശ്വരൻ്റെ ആദേശത്തെ നിർവഹിച്ചവനുമായിട്ട്, അതാണ് ഈശ്വരൻ്റെ ആദേശങ്ങൾ ശ്രദ്ധിക്കുക, അത് പ്രയോഗശാസ്ത്രത്തിൽ കൊണ്ടുവരിക, അതാണ് മോക്ഷത്തിനുള്ള വഴി പറയണത്. അപ്പോൾ നിർവഹിച്ചവനുമായിട്ട് വിരഹം നിമിത്തം കരയുന്നവളോ എന്ന് തോന്നുമാറായിരിക്കുന്ന പുത്രിയെ, അതായത് പൃഥ്വിയെ, ഇവിടെ ഭൂമിദേവിനെ മകളായിട്ടാണ് പൃഥുചക്രവർത്തി കണ്ടിട്ടുള്ളത്. അപ്പോൾ പുത്രന്മാരിൽ ഏൽപ്പിച്ചിട്ട്, അതായത് തൻ്റെ 5 മക്കളിൽ ആൾക്കാരെ ഏൽപ്പിച്ചിട്ട് പ്രജകൾ ദുഃഖിതന്മാരായിരിക്കുമ്പോൾ ഏകനും ഭാര്യാസഹിതനുമായിട്ട് തപോവനത്തെ പ്രാപിച്ചു. അതാണ് ഏറ്റവും സംശുദ്ധമായ മാർഗം. എല്ലാ പദവികളും മറ്റുള്ളവരെ ഏൽപ്പിച്ച് എന്ത് ചെയ്യണം? ഈശ്വര കാരുണ്യത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുക, മുമുക്ഷു ആവാൻ വേണ്ടിയിട്ട്. ഇനി അതിൻ്റെ ഭാവാർത്ഥാണ് പറഞ്ഞത്. മൈത്രേയർ പറഞ്ഞു, പൃഥുചക്രവർത്തി വനത്തിൽ ചെന്ന് ശ്രീഹരിയെ ഭജിച്ച് മോക്ഷം പ്രാപിച്ച സംഗതിയെ 23-ാം അധ്യായത്തിൽ വിവരിക്കുന്നു. ഭഗവാൻ തന്നെ വന്ന് ഇന്ദ്രനോടും ഇദ്ദേഹത്തിനോടും നിങ്ങൾ ചങ്ങാതിമാരായിട്ട് ഇരിക്കണം എന്നൊക്കെ പറഞ്ഞ് അനുഗ്രഹിച്ചു. പോരാത്തതിന് ബ്രഹ്മോപദേശം കിട്ടാൻ വേണ്ടിയിട്ട് സനകാദികളെ വരുത്തി അതും ചെയ്തു. എന്നിട്ടും ഇദ്ദേഹം എന്ത് ചെയ്തു? വാനപ്രസ്ഥം സന്യാസം ഒന്നായിട്ട് സ്വീകരിച്ചിട്ടാണ് കാട്ടിൽ പോയിട്ട് ഭഗവാനെ ഭജിക്കണത്. അപ്പോൾ തനിക്ക് വയസ്സ് അധികമായിരിക്കുന്നുവെന്ന് ആലോചിച്ച് പൃഥുചക്രവർത്തി വിഷയാശകൾ വിട്ടിരിക്കുന്ന ആത്മജ്ഞാനിയായിരുന്നതിനാൽ പുത്രന്മാരിൽ രാജഭാരത്തെ ഏൽപ്പിച്ചിട്ട് അകമ്പടിയൊന്നും കൂടാതെ, അതെനിക്ക് വളരെ ഇഷ്ടമായി. ആരകമ്പടി ചെയ്യും? ഭഗവാനാണ് നമ്മുടെ ഉള്ളിലിരിക്കണത്. ഭഗവാന്റെ ആജ്ഞാവർത്തിയായിട്ടാണ് എന്ത് ചെയ്യണത്? സന്യാസം സ്വീകരിക്കണത്, അല്ലെങ്കിൽ വാനപ്രസ്ഥം ചെയ്യണത്. അപ്പോൾ ഭഗവാന്റെ നിയാമകനും നിയന്ത്രിതാവുമായിരിക്കുന്ന ഭഗവാൻ നമ്മുടെ ഉള്ളിലിരിക്കുമ്പോൾ പിന്നെ എന്തിനാ അകമ്പടി നമുക്ക്? അപ്പോൾ ഭയരഹിതമായിട്ടുള്ളൊരു ജീവിതമാണത്. അപ്പോൾ അകമ്പടിയൊന്നും കൂടാതെ ഭാര്യയെ മാത്രം ഒരുമിച്ച് കൂട്ടി തപോവനം പ്രവേശിച്ചു.
തന്നാൽ സമ്പാദിക്കപ്പെട്ട അന്നാദി വസ്തുക്കളുടെയും പ്രജകളുടെയും അഭിവൃദ്ധിക്ക് ഉപകരിക്കുന്ന ധർമ്മമാർഗങ്ങളെ അദ്ദേഹം രാജ്യത്തിൽ ഉറപ്പിച്ചു കഴിഞ്ഞു. അതിനു വേണ്ടിയിട്ടാണ് ശരീരത്തെ സ്വീകരിച്ചത്. അപ്പോൾ അവതരിച്ചതെന്നാണ്. നമ്മൾക്ക് ഈശ്വരാർപ്പണമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യാനാണ് ഈ ശരീരം. ആ ശരീരം വീഴുന്നതിൻ്റെ മുമ്പ് നമ്മൾ നമ്മുടെ ലക്ഷ്യം നിറവേറ്റിയിരിക്കണം. അപ്പോൾ സജ്ജനങ്ങൾ അനുഷ്ഠിക്കേണ്ടതായ പദ്ധതിക്ക് ഇളക്കം തട്ടാത്ത വിധം ഉറപ്പുവരുത്തി. അതുതന്നെയാണ് തപസ് ചെയ്ത സമയം പ്രത്യക്ഷനായ ഭഗവാൻ അദ്ദേഹത്തിനോട് കൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഭഗവാൻ കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്തു എന്നുള്ളൊരു സംതൃപ്തി ആർക്കുണ്ട്? പൃഥുചക്രവർത്തിക്കുണ്ട്. തൻ്റെ ഒരു പുത്രിയെ പോലെ കരുതിയിരുന്ന ഭൂമിയെ ധർമ്മം തെറ്റാതെ പരിപാലിപ്പാനായി പുത്രന്മാരെ സമർപ്പിച്ചു. അദ്ദേഹം രാജഭാരത്തിൽ നിന്നൊഴിയുന്ന സമയം പ്രജകൾ വളരെ ദുഃഖിച്ചു. എങ്കിലും വാർദ്ധക്യത്തിൽ രാജാക്കന്മാർ അനുഷ്ഠിക്കേണ്ടതായ സമ്പ്രദായം വിട്ട് കളിക്കരുത് എന്നർത്ഥം, ലോകത്തിൽ അനുഷ്ഠാനദ്വാര ഉറപ്പിക്കുവാൻ വേണ്ടിയിട്ട് അകമ്പടികളൊന്നും കൂടാതെ ഭാര്യാമാത്ര സഹായനായിട്ട് തപോവനം പ്രാപിച്ചു. ഒരു ആയുഷ്കാലം മുഴുവൻ വർണ്ണിക്കണ്ടായി അവിടെ. ഇനി 4-ാമത്തെ ശ്ലോകം പറയണു. തത്രാപ്യതാഭ്യനിയമോ വൈഖാനസസ്സു സമ്മതേ ആരബ്ധ ഉഗ്രതപസി യഥാ സ്വവിജയേ പുരാം. എന്താണ് വാക്കാർത്ഥം പറയാം? അവിടെയും പണ്ട് തൻ്റെ വിജയത്തിലെന്ന പോലെ വൈഖാനസന്മാർക്ക് ഏറ്റവും സമ്മതമായ കഠിന തപസ്സിൽ അദാഭ്യങ്ങളായ, അതായത് ഖണ്ഡിക്കപ്പെടാത്തതായ നിയമങ്ങളോട് കൂടിയവനായിട്ട് ആരംഭിച്ചു എന്ന് പറഞ്ഞു. ഇനി അതിനെ ഒന്ന് ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ അതിൻ്റെ ഭാവാർത്ഥം അറിയണം. അതെങ്ങനെയാ? തപോവനത്തിൽ പ്രവേശിച്ച ശേഷം സാധനാദശയെ അഭ്യസിച്ചുകൊണ്ട് മോക്ഷത്തെ പ്രാപിച്ച രീതിയെ ഇത് മുതൽ 15 ശ്ലോകങ്ങൾ കൊണ്ട് വിവരിക്കുന്നു. തപോവനത്തിൽ പ്രവേശിച്ച ശേഷം വിഘ്നങ്ങൾ തടസ്സപ്പെടുത്തുവാൻ കഴിയാത്ത വിധം ശ്രദ്ധയോടുകൂടെ വാനപ്രസ്ഥാശ്രമികൾക്ക് ഏറ്റവും സമ്മതമായിരിക്കുന്ന ഉഗ്ര തപസ്സിൽ ഏർപ്പെട്ടു എന്നാണ് പറഞ്ഞത്. ഗൃഹസ്ഥനായിരിക്കുന്ന കാലത്തിൽ രാജപരിപാലനാദികളായ സ്വധർമ്മത്തിൽ എത്രത്തോളം ശ്രദ്ധ വച്ചിരുന്നുവോ അത്രത്തോളം ശ്രദ്ധ ഈ 3-ാമത്തെ ആശ്രമത്തിൽ വിജയം സമ്പാദിപ്പാൻ വേണ്ടിയും സ്വീകരിച്ച് സമുചിതമായ, അതായത് സന്ദർഭങ്ങൾക്ക് അനുസരിച്ച് നടത്തിക്കൊണ്ടിരുന്നു എന്ന് പറഞ്ഞു. 5-ാമത്തെ ശ്ലോകം ശ്രദ്ധിക്കാം. കന്ദമൂലഫലാഹാര ശുഷ്കപർണാശന ക്വചിത് അഭക്ഷാകീച്ചിൽ പക്ഷാൻ വായുപക്ഷസ്തതസ്പരം. അതായത് ഉഗ്രമായ തപസ്സിൻ്റെ നിയമങ്ങളെ 3 ശ്ലോകം കൊണ്ട് കാണിക്കണം. കിഴങ്ങുകളെ, മൂലങ്ങളെ, അതായത് വേരുകളെ എന്നർത്ഥം പറയും, കായകളെ എന്നിവയെ കുറേ കാലം ഭക്ഷിച്ചു. പിന്നെ ഉണക്കയിലകളെ ഭക്ഷണമായി സ്വീകരിച്ചു. കുറേ പക്ഷങ്ങളിൽ ജലം മാത്രം, അതിൽ പിന്നെ വായു മാത്രമായി ആഹാരമാക്കി ചുരുക്കി എന്നാണ് പറഞ്ഞത്. ആദ്യം കുറച്ച് പോഷകങ്ങളൊക്കെ ഉള്ള ജലസമൃദ്ധമായിട്ടുള്ള കിഴങ്ങുകൾ അങ്ങനെ ഉണ്ടായത്. അത് കഴിഞ്ഞിട്ട് വെറും ഉണങ്ങിയ ഇലകളായി. അത് കഴിഞ്ഞിട്ട് വായു മാത്രം ഭക്ഷിക്കാൻ തുടങ്ങി. ഇതാണ് അതിൻ്റെ രീതി. അപ്പോൾ അതിൽ വെവ്വേറെ പറഞ്ഞിട്ടില്ല, എല്ലാം കൂടി പറഞ്ഞു കഴിഞ്ഞു. ഇനി 6-ാമത്തെ ശ്ലോകം. ഗ്രീഷ്മേ പഞ്ചതപാവീരോ വർഷാസ്വാസാരഷാൻമുനി ആകണ്ഠമഗ്നശിശിരേ ഉദകേ സണ്ടിലേഷയാം. അതായത് ഗ്രീഷ്മത്തിൽ 4 പുറവും തീ കൂട്ടിയിട്ട് മുകളിൽ സൂര്യനും, അങ്ങനെയാണ് പഞ്ചതപ. അത് കഴിഞ്ഞിട്ട് വർഷകാലത്തോ ആകണ്ഠമഗ്ന, കണ്ഠം വരെ വെള്ളത്തിൽ ഇറങ്ങി നിന്നിട്ട് ഭഗവാനെ സ്തുതിക്കുക അല്ലെങ്കിൽ സ്മരിക്കുക. അതിൻ്റെ വാക്കാർത്ഥം
ഭാവാർത്ഥം വേറെ പറഞ്ഞിട്ടുണ്ട്, ശ്രദ്ധിക്കണം. അപ്പോൾ വേനൽക്കാലത്തിൽ ധീരനായ രാജാവ് 5 വിധങ്ങളായ അഗ്നികളോടുകൂടിയും വർഷകാലങ്ങളിൽ വർഷധാരയെ സഹിച്ചുകൊണ്ടും തണുപ്പുകാലത്തിൽ ജലത്തിൽ കണ്ഠം വരെ മുങ്ങിയവനായിട്ടും വിചാരശീലനായിട്ടും നിലത്തിൽ കൊടുക്കുന്നവനായിട്ടും ഭവിച്ചു എന്നാണ് പറഞ്ഞത്. ആലോചിച്ച് നോക്കണം, ഈ ശരീരത്തിനെ എങ്ങനെയൊക്കെ പീഡിപ്പിക്കാൻ പറ്റും. അതിനൊന്നും ശ്രദ്ധയില്ല. പീഡിപ്പിക്കണേലല്ല, അതൊന്നും ഒരു പീഡനമായിട്ട് മനസ്സിലാക്കണില്ല, എല്ലാം ഈശ്വരീയമായിട്ട് തോന്നുക ചെയ്യണത്. അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥ പറഞ്ഞത്, ഉഷ്ണകാലത്തിൽ 4 ഭാഗത്ത് 4 അഗ്നിയും മുകളിൽ സൂര്യനും ഇങ്ങനെ പഞ്ചാഗ്നികളുടെ നടുവിൽ നിന്നും മഴക്കാലങ്ങളിൽ വർഷധാരകളെ ശരീരത്തിൽ ഏറ്റുകൊണ്ടും തണുപ്പുകാലത്ത് കണ്ഠം വരെ ജലത്തിൽ അമർന്നുകൊണ്ടും തപസ് ചെയ്തു. എല്ലായ്പ്പോഴും വിചാരശീലനും നിലത്ത് കിടക്കുന്നവനുമായിരുന്നു എന്ന് പറയണം. ആരെ? പൃഥുചക്രവർത്തിയുടെ കാര്യമാണ് പറഞ്ഞത്. 7 തിദിക്ഷുര്യതവാഗ്ദാന്ത ഊർധരേതാജിതാനില ആരിരാധയിഷു കൃഷ്ണം അചരന്തവ ഉത്തമം. സഹനശീലനും വാക്കിനെ അടക്കിയവനും ഇന്ദ്രിയങ്ങളെ കീഴടക്കിയവനും രേതസ്സിനെ ഊർധ്വം വ്യാപരിപ്പിക്കുന്നവനും പ്രാണനെ ജയിച്ചവനും കൃഷ്ണനെ ആരാധിപ്പാൻ ഇച്ഛിക്കുന്നവനുമായിട്ട് ഉത്കൃഷ്ടമായ തപസ്സിനെ അനുഷ്ഠിച്ചു എന്ന് പറഞ്ഞു. ഇനിയാണ് അതിൻ്റെ ഭാവാർത്ഥം വരുന്നത്. വിശപ്പ്, ദാഹം, ശീതം, ഉഷ്ണം. വിശപ്പ്, ദാഹം, ശീതം, ഉഷ്ണം എന്നിവ നിമിത്തമുണ്ടാകുന്ന ദുഃഖങ്ങളെ സഹിക്കുന്നവനും വാക്കുകളെ അടക്കിയവനും ഇന്ദ്രിയങ്ങളെ സ്വാധീനപ്പെടുത്തിയവനും മൈഥുനേച്ഛയെ ജയിച്ചവനും പ്രാണായാമത്താൽ ശ്വാസജയം സമ്പാദിച്ചവനും ശ്രീകൃഷ്ണനെ പ്രസാദിപ്പിക്കണമെന്നുള്ള സങ്കല്പത്തോടു കൂടിയവനുമായിട്ട് ഉത്തമമായ തപസ്സിനെ ആചരിച്ചു എന്നാണ് പറഞ്ഞത്. 8ാമത്തെ ശ്ലോകം നോക്കുക. തേന ക്രമാനുസിദ്ധേന ധ്വസ്തകർമ്മ അമലാശയാം പ്രാണായാമേ സന്നിരുദ്ധ ഷഡ്വർഗ ചിഹ്നബന്ധന. എന്താ അതിനർത്ഥം പറയണത്? ക്രമത്തിൽ സാധിച്ചതായ ആ തപസ്സിനാൽ ധ്വംസിക്കപ്പെട്ട കർമ്മങ്ങളോടുകൂടിയവനും പ്രാണായാമങ്ങളാൽ നന്നായി നിരോധിക്കപ്പെട്ട 6 ഇന്ദ്രിയങ്ങളോടുകൂടിയവനും നിർമ്മലമായ അന്ധകരണത്തോടുകൂടിയവനും ഛേദിക്കപ്പെട്ട ബന്ധനങ്ങളോടുകൂടിയവനുമായിരുന്നു തപസ്സനുഷ്ഠിച്ചത് എന്നാണ് പറഞ്ഞത്. ഇനി അതിൻ്റെ ഭാവാർത്ഥം വരുന്നു. എന്താ? ക്രമത്തിൽ പരിഭാഗത്തെ പ്രാപിച്ച, അതായത് സ്ലോ ആൻഡ് സ്റ്റഡി തന്നെ വേണം പറയാൻ. പരിഭാഗത്തെ പ്രാപിച്ച ആ തപസ്സിനാൽ കർമ്മങ്ങളെല്ലാം നശിച്ചു. ഫലം കൊടുപ്പാനായിരിക്കുന്ന കർമ്മങ്ങൾ തപസ്സാകുന്ന അഗ്നിയുടെ സമ്പർക്കം നിമിത്തം അങ്കുരാവസ്ഥയെ പ്രാപിപ്പാനുള്ള ശക്തി നശിച്ചതിനാൽ നഷ്ടപ്രായങ്ങളായെന്ന് സാരം. അതുകൊണ്ട് ഇനിയൊരു ജന്മത്തിന് കാരണങ്ങളായിരിക്കുന്ന മനോവാസനകൾ നശിച്ചു. അതാണ് ഏറ്റവും വലിയ മനോവാസനകൾ നശിച്ചു. കുംഭകം, രേചകം, പൂരകം എന്ന 3 വിധത്തിലുള്ള പ്രാണായാമങ്ങളുടെ നിരന്തര അഭ്യാസത്താൽ പഞ്ചേന്ദ്രിയങ്ങളെയും മനസ്സിനെയും അടക്കിയിരിക്കുന്നതിനാൽ ആ വാസനകൾക്ക് രണ്ടാമത് പുറപ്പെടുവാൻ സാധിക്കാത്ത വിധം അവനെ നിരോധിച്ചു വരുന്നതിനാൽ അന്ധകരണം കാമാദിദോഷങ്ങളിൽ നിന്ന് നിർമുക്തമായി പരിശുദ്ധമായി ഭവിച്ചു എന്ന് പറഞ്ഞു. അതാണ് ട്രാൻസ്ഫോർമേഷനാണ്. അതായിരിക്കണം നമ്മുടെ ഉദ്ദേശം. അപ്പോൾ 9ാമത്തെ ശ്ലോകം. സനൽകുമാരോ ഭഗവാൻ അന്യാദാഹാധ്യാത്മികം പരം യോഗം തേനൈവ പുരുഷം അഭജത് പുരുഷർഷഭ. ഇതാണ് ശ്ലോകം. അതിൻ്റെ വാക്കാർത്ഥം പറഞ്ഞത്, പുരുഷശ്രേഷ്ഠൻ ഭഗവാൻ ജ്ഞാനസ്വരൂപനായ സനൽകുമാരൻ
ആത്മാവിനെ അധികരിച്ചുള്ള യാതൊരു പരമയോഗത്തെ ഉപദേശിച്ചുവോ ആ മാർഗം കൊണ്ട് തന്നെ ഈശ്വരനെ ഭജിച്ചു. ഈശ്വരനെ ഭജിക്കാൻ പല രീതികളുണ്ട്. ശ്രേഷ്ഠന്മാരെന്ത് പറഞ്ഞു തന്നു അത് നമ്മൾ ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥം എന്താ? പുരുഷശ്രേഷ്ഠനായ പൃഥു മഹാരാജാവായ സനൽകുമാരമുനി ആത്മാവിനെ അറിയുന്നതിന് ഉത്തമ മാർഗമായിട്ട് യാതൊരു ഭക്തിയോഗത്തെ ഉപദേശിച്ചിരുന്നുവോ ആ മാർഗത്തിൽ കൂടെ തന്നെ ഈശ്വരനെ ഭജിച്ചു എന്ന് തന്നെയാണ് പറഞ്ഞത്. ഇനി 10ാമത്തെ ശ്ലോകം വരുന്നു. ഭഗവത് ധർമ്മിണ സാധോ ശ്രദ്ധയാ യതത സദാ ഭക്തിർ ഭഗവതി ബ്രഹ്മണ്യൻ അന്യ വിഷയാഭവത്. അതായത് ഭഗവാനിൽ സമർപ്പിക്കപ്പെട്ട ധർമ്മത്തോടു കൂടിയവനും പരിശുദ്ധിയെ പ്രാപിച്ചവനും ശ്രദ്ധയോടുകൂടെ എപ്പോഴും യത്നിക്കുന്നവനുമായ അവന് ഐശ്വര്യസ്വരൂപനായ ബ്രഹ്മത്തിൽ അനന്യ അവ്യഭിചാരിണിയായ പരമപ്രേമം ഭവിച്ചു. അവ്യഭിചാരിണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വ്യഭിചാരിണി അല്ലാത്തവളെന്നർത്ഥം, അങ്ങനെ അർത്ഥം പറയണം. അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥം എങ്ങനെയാണ് വരുന്നത്? സർവാനുഷ്ഠാനങ്ങളെയും ഭഗവത് പ്രീതിക്കായിക്കൊണ്ട് ഭഗവാനിൽ സമർപ്പിച്ചും അതിനാൽ തന്നെ അന്ധക്കരണ നൈർമല്യത്തെ പ്രാപിച്ചും കൊണ്ടും ശ്രദ്ധാപൂർവം നിരന്തരം തപസ്സു ചെയ്യുന്ന പുരുഷശ്രേഷ്ഠൻ സർവൈശ്വര്യസ്വരൂപനായിട്ട് സർവദാ വിളങ്ങുന്ന ബ്രഹ്മത്തിൽ ഇളക്കമില്ലാതിരിക്കുന്ന പരമപ്രേമ ലക്ഷണയായ ഭക്തി സിദ്ധിച്ചു എന്നാണ് പറഞ്ഞത്. ഇനി 11ാമത്തെ ശ്ലോകം ഒരു 4 വരി ശ്ലോകമാണ്. 11ഉം 12ഉം ഇവിടെ കാണുന്നുണ്ട്. തസ്യാനയാ ഭഗവത പരികർമ്മശുദ്ധ സത്വാത്മനസ്തനു സംസ്മരണാനുപൂർത്യ ജ്ഞാനം വിരക്തിം അദഭൂനിഷിതേന യേനാം ചിച്ഛേദ സംശയപദം നിജജീവകോശം. തൻ്റെ ഉള്ളിലുള്ള സംശയങ്ങളെ ദൂരീകരിക്കാൻ സാധിക്കണം. അപ്പോൾ അതിൻ്റെ വാക്കാർത്ഥം പറയുമ്പോൾ ഭഗവാന്റെ പരികർമ്മശുദ്ധ സത്വാത്മന സേവ കൊണ്ട് ശുദ്ധമായ സത്വത്തിൽ അന്ധകരണത്തോടു കൂടിയ അവൻ്റെ തദനു സംസ്മരണാനുപൂർത്തിയ അവൻ്റെ നിരന്തര സ്മരണയാൽ ഭഗവാന്റെ നിരന്തര സംസ്മരണത്താൽ ക്രമത്തിൽ വൃത്തിയോടുകൂടിയ ഈ ഭക്തിഹേതുവായിട്ട് വൈരാഗ്യസഹിതമായ അറിവ് എന്താ പറയുക സംശയങ്ങളുടെ സ്ഥാനമായ തൻ്റെ ഹൃദയഗ്രന്ഥിയെ ഛേദിച്ചു. ഈ ഹൃദയഗ്രന്ഥിനെ ഛേദിച്ചിട്ടില്ലെങ്കിൽ എന്താ ഉണ്ടാവുക? എവിടെ എത്തില്ല നമ്മൾ. അതാ പറഞ്ഞത്. ഇനി അതിൻ്റെ ഭാവാർത്ഥ പറഞ്ഞത് എന്താ? ഭഗവത് ഭക്തി സർവപുരുഷാർത്ഥങ്ങളെയും സാധിപ്പിക്കുന്ന കൽപ്പകലതയ്ക്ക് തുല്യമായതുകൊണ്ട് പരമപുരുഷാർത്ഥമായ മോക്ഷത്തിന് സാധനമായി ഭവിച്ചുവെന്ന് കാണിക്കുന്നു. ഭഗവാന്റെ പ്രസാദത്തിനായി സമർപ്പിച്ചതായ ധർമാനുഷ്ഠാനത്തിൻ്റെ മഹിമയാൽ രജസ്തമോ ഗുണങ്ങളുടെ ശക്തി ക്ഷയിക്കുകയും സത്വഗുണം അഭിവൃദ്ധിയെ പ്രാപിക്കുകയും ചെയ്തതിനാൽ അന്ധകരണം പരിശുദ്ധമായി ഭവിച്ചു. അവിടെ യാതൊരു പിന്നെന്താ പറയുക കൽമഷങ്ങളും ഇല്ലാത്ത ഒരവസ്ഥയായി. അതുനിമിത്തം നിരന്തരം ഭഗവത് ധ്യാനവും ഭഗവാന്റെ അനന്ത കല്യാണ ഗുണങ്ങളുടെ സ്മരണവും അന്ധകരണവൃത്തിയായി ഭവിച്ചപ്പോൾ ഇതര വിഷയങ്ങളിൽ ആസക്തിയില്ലാതെ ഇരിക്കുന്നതായ വൈരാഗ്യവും തന്നിമിത്തം ആത്മജ്ഞാനവും ഉണ്ടായി. അതുവരെ സംശയം, വിപരീത ഭാവന എന്നീ വിഷയങ്ങൾക്ക് കാരണമായിരുന്ന ഹൃദയഗ്രന്ഥി ജ്ഞാനോപദേശത്താൽ ജ്ഞാനോദയത്തിൽ ചിഹ്നമായി ഭവിച്ചു എന്നാണ് പറഞ്ഞത്. ഒന്നും അല്ലാതെ ഉണ്ടായി. ഇനി 12ാമത്തെ ശ്ലോകം. 12ാമത്തെ ശ്ലോകം എന്താ പറഞ്ഞത്? ചിഹ്ന അന്യാധീരധികതാം ആത്മഗതിർനിരീഹ
തത്തത്യജേചി അച്ചിനദിദം വയുനേനയേന താവന്ന യോഗഗതിഭിര്യതിരപ്രമത്തോ യാവൽ ഗദാഗ്രജകഥാസു രതിം ന കുര്യാൽ. ഗദാഗ്രജകഥാസു, ഗദൻ്റെ ഏട്ടനായിരിക്കുന്ന കൃഷ്ണൻ്റെ ലീലാവിലാസങ്ങൾ അതിൽ രതി ഉണ്ടാവണം എന്ന് പറഞ്ഞു. അതിൻ്റെ വാക്കാർത്ഥം എങ്ങനെയാണ് വരുന്നത്? ഛേദിക്കപ്പെട്ട അന്യബുദ്ധിയോടുകൂടിയവനും അറിയപ്പെട്ട ആത്മതത്വത്തോടുകൂടിയവനും പ്രവൃത്തിയിൽ നിന്ന് വിരമിച്ചവനുമായിട്ട് യാതൊരു ജ്ഞാനത്താൽ ഇതിനെ ഛേദിച്ചുവോ അതിനെ ഉപേക്ഷിച്ചു. സന്യാസി കൃഷ്ണകഥകളിൽ ഏതുവരെ രതിയെ ഉറപ്പിക്കാതിരിക്കുന്നുവോ അതുവരെ യോഗസിദ്ധികളാൽ അപ്രമത്തനല്ല, പ്രമാദമില്ലാത്തവനല്ല എന്ന് പറഞ്ഞു. അപ്പോഴൊന്നും നമുക്ക് മനസ്സിലാവില്ല. ഇനി അതിൻ്റെ ഭാവാർത്ഥം പറയുമ്പോൾ ശരിക്കും മനസ്സിലാവുകയും ചെയ്യും. എങ്ങനെയാണത്? ആത്മാവിൽ നിന്ന് അന്യങ്ങളായ ദേഹാദിഭാവങ്ങളെ കാണാതിരിക്കുന്ന നിലയിൽ എത്തുവാൻ പര്യാപ്തമായ ആത്മസ്വരൂപബോധ അനുഭവമുണ്ടായി. യാതൊരു ആത്മജ്ഞാനത്താൽ ബോധജ്ഞാനം നശിച്ചുവോ ആ ജ്ഞാനത്തെ ഉറപ്പിക്കുന്നതായിട്ടുള്ള പ്രയത്നത്തെയും ഉപേക്ഷിച്ചു. ആവശ്യമില്ലാത്തതിനൊക്കെ ധാരണകൾക്ക് വഴിപ്പെടാതെ കണ്ട് ബാണും കെട്ടി പുറത്തേക്കിടുക. ശരീര സംരക്ഷണാദി വ്യാപാരങ്ങളെയും വെടിഞ്ഞു. ശ്രീകൃഷ്ണ കഥകളിൽ മാത്രം രതിയുള്ളവനായിരുന്നു. അത് ആശ്ചര്യമല്ലതാനും. ഏതുകാലം വരെ സർവോപരിയായിട്ട് ഭഗവത് കഥകളിൽ പരമഗതി സിദ്ധിക്കാതിരിക്കുന്നുവോ ആ കാലം വരേക്കും യോഗസിദ്ധികളായ അണിമാദികളിൽ ആസക്തി ഭവിക്കും. പക്ഷേ അതിപ്പോൾ എന്തുണ്ടാവും? അഹങ്കാരം കൂടും. അഹങ്കാരം കൂടാൻ പാടില്ല. അപ്പോൾ സംസാരത്തിൽ പ്രവേശിക്കേണ്ടതായി വരികയും ചെയ്യും. അതുകൊണ്ട് ജ്ഞാനദാർഢ്യത്തിനായുള്ള പ്രയത്നത്തെ ഉപേക്ഷിച്ച് കഥാരതിയെ പ്രാപിച്ചത് സമുചിതമായിരിക്കുന്നുവെന്ന് സാരം. 13ാമത്തെ ശ്ലോകം നോക്കാം. ഏവം സവീരപ്രവര സംയോജ്യ ആത്മനമാത്മനി ബ്രഹ്മഭൂതോ ദൃഢം കാലേ തത്യാജസ്വം കളേവരം. അപ്പോൾ വീരാഗ്രഗണ്യനായ ആ പൃഥു ഇപ്രകാരം മനസ്സിനെ പരമാത്മാവിൽ യോജിപ്പിച്ചിട്ട് ഉറപ്പോടുകൂടെ ബ്രഹ്മഭാവനത്തോടു കൂടിയവനായിട്ട് സമയം വന്നപ്പോൾ സ്വശരീരത്തെ ത്യജിച്ചു എന്നാണ്. സമയം വന്നപ്പോൾ അതൊക്കെ ഇൻഡ്യൂഷൻ വരും. ഭഗവാൻ ഇൻഡ്യൂഷൻ ചെയ്യിക്കും. അപ്പോൾ അതിൻ്റെ വാക്കാർത്ഥം ഇപ്രകാരം, അതപ്പോൾ വാക്കാർത്ഥം കഴിഞ്ഞത്. അതിൻ്റെ ഭാവാർത്ഥം ഇപ്രകാരം ഇന്ദ്രിയങ്ങളെ ജയിച്ചത് കൊണ്ട് വീരാഗ്രഗണ്യനായ ആ പൃഥു ബ്രഹ്മത്തെ തന്നെ ധ്യാനിക്കുന്നതിൽ സ്ഥിരമായിരിക്കുന്നതിനാൽ ബ്രഹ്മമായിട്ട് തന്നെ ഭവിച്ചു. അപ്പോൾ ഏതിനെ ധ്യാനിക്കണു അതായിട്ട് തീരുന്ന പറയണത്. അപ്പോൾ മനസ്സിനെ പരമാത്മാവിൽ ലയിപ്പിച്ചു. മനസ്സ് ജ്ഞാനകാരകമായി ഭവിച്ചതല്ലാതെ മോഹരൂപമായി ഭവിച്ചില്ല. അതായത് ജ്ഞാനകാരമായിട്ട് ഭവിക്കുക, മോഹരൂപമായിട്ട് ഭവിക്കാതെ ഇരിക്കുക. പ്രാരബ്ധം അവസാനിച്ച സമയത്തിൽ ശരീരത്തെ വിടുകയും ചെയ്തു എന്ന് പറഞ്ഞു. പ്രാരബ്ധം അനുഭവിച്ച് തീർന്നാൽ ശരീരത്തെ വിടുകയും. അപ്പോൾ അങ്ങനെയിരിക്കുന്ന ആ സാക്ഷാൽ ശ്രീഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ നമ്മളിൽ എല്ലാവരുടെയും ആശാപ്രത്യാശകൾക്കനുസരിച്ച് ഉണ്ടാവാനും നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന ലോകാസമസ്ത സുഖിനോ ഭവന്തു ആയിരിക്കട്ടെ എന്നും സ്മരിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. നാളെ കാണാം.